എൻ്റെ വീടിന് 12 കൊല്ലമായി ഞങ്ങൾ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ മുടിയാതെ ജപ്തി നോട്ടീസ് വന്ന് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ഉടമ്പടിയുടെ ഇതിൽ പങ്കെടുത്ത് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. 2-3 ദിവസം കൊണ്ട് ആ ആധാരം എടുക്കാനായിട്ട് അമ്മ എനിക്ക് വഴികാട്ടി തന്നു. രണ്ടാമത്തെ ഒരു കിട്ടിയ അനുഭവം, എൻ്റെ ഭർത്താവിന് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ചുമയും പനിയുമായി ആസ്പത്രി കൂട്ടിയിട്ട് പോയി. ഒരു വിധത്തിലും ഒന്നും കഴിക്കാൻ പറ്റണില്ല. രാത്രിയായ 110 ഡിഗ്രി പനി. അതെങ്ങനെ മാറുന്നു, എന്താ രോഗം എന്ന് കണ്ടുപിടിക്കാനും ഡോക്ടർമാർ പറയണില്ല. അവസാനം ജില്ലാ ആസ്പത്രിയിൽ തൃശ്ശൂർ പോയി കരഞ്ഞു പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്ത് വെള്ളം കൊടുത്ത് അവിടെ രോഗം എന്തെന്ന് കണ്ടുപിടിക്കുകയും 6 മാസം കൊണ്ട് ആ രോഗം മാറുകയും ചെയ്തു. ഇന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട് പണി വാർത്ത കഴിഞ്ഞ് അങ്ങനെ കിടക്കുകയായിരുന്നു. ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. 12 വർഷമായിട്ട് അത് അങ്ങനെ കിടക്കുകയായിരുന്നു. ഞാൻ ജപമാല പിടിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. കൊന്ത ചൊല്ലി റൂം മുഴുവൻ കൊന്ത ചൊല്ലി ഞാൻ നടക്കും. 5 മണിക്ക് കഴിഞ്ഞ് കൊന്ത ചൊല്ലി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് ഓടും. എന്നും കുർബാനയ്ക്ക് പോകും. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അതിപ്പോൾ നല്ലൊരു വീടായി ഞങ്ങൾക്ക് തന്നു മാതാവ്. എല്ലാത്തിനും കോടാനുകോടി നന്ദി. യേശു കേപ്പുകൾ മരിയെ വാഴുക. കാരുണ്യ പ്രവൃത്തി ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ഞാൻ വരും. പത്രം വാങ്ങി ജില്ലാസ്പത്രിയുടെ മുമ്പിൽ പോയി നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും കൊടുക്കും. 25 ചോറ് കാലത്തെണിച്ച് 5 മണിക്ക് ഉണ്ടാക്കി പൊതിഞ്ഞ് പാവപ്പെട്ടവർക്ക് ഞാൻ കൊണ്ടു കൊടുക്കും. കഴിയുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കും.